ഞാൻ പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കാരണം നമ്മൾ യു കെയിൽ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് ഒത്തിരി നാളായി. പക്ഷേ എല്ലാവരും അങ്ങനെ പോയി കണ്ടിട്ടില്ല. എല്ലാവർക്കും ഓരോരോ വീട്ടിൽ പോയി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഫുഡ് 4 മണിക്കാണ് ടീ വന്നിരിക്കുന്നത്, വിത്ത് സ്നാക്സ്. ഒരു 7:30 ഡിന്നർ. ഫുഡ് കോമൺ ആണ് എല്ലാവർക്കും. പിന്നെ ആർക്കെങ്കിലും സ്പെഷ്യൽ ഫുഡ് വേണമെങ്കിൽ പറകളോ അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ ആൽക്കഹോളോ ഒക്കെ ഉണ്ട്, അവിടെ കഴിക്കുക. പക്ഷേ ആദ്യം പൈസ കൊടുക്കും. ആൽക്കഹോൾ ഉണ്ടാവും. ജ്യൂസ് വേണ്ടവർക്ക് പിള്ളേർക്ക് ജ്യൂസ് കൊടുക്കും. ടോയ്ലറ്റ് കാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ വന്ന് മെയിൻ റിസപ്ഷനാണ് ടോയ്ലറ്റ്. പിന്നെ പിള്ളേരൊക്കെ ആഹാരം ശ്രദ്ധിക്കുന്നുണ്ടോ? കാരണം വെഡിങ് ആനിവേഴ്സറിയാണ്. ഈ മക്കളെ പറഞ്ഞോളൂ. 28-ാം തീയതി വക്കഞ്ഞേട്ടൻ്റെ 40ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. പിന്നെ എന്താന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇത് വിനയകൂടെയും വെഡിങ് ആനിവേഴ്സറി ജൂലൈ 4 ജൂലൈ 4, ജൂൺ 28-ഉം ജൂൺ 4-ഉം. അപ്പോൾ ഞാൻ ഓരോ കേക്ക് അതിന് വേണ്ടി കട്ട് ചെയ്യുന്നുണ്ട്. 40ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കുന്നത് ജിമ്മിയാണ് തോന്നുന്നത്, ഫോട്ടോ എടുക്കുന്നത്. പിന്നെ മൈക്കിൽ നിൽക്കാതെ എനിക്ക് തോന്നുന്നു വോയിസിന് അറിയാൻ തോന്നുന്നു. ആദ്യമായിട്ട് ചെയ്യേണ്ടത് കേക്കാണ്. 2 പേരുടെയും 40ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് വെക്കും.
നമ്മളിങ്ങനെ ഫുള്ള് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഷുഗർ എടുക്കുന്നു. അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഷുഗർ 2 സ്പൂണാണ് ഒറ്റയടിക്കുന്നത്. ഒരു ചെറിയ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ എടുക്കുന്നു. ബൈ ഗൈസ്, ബൈ ബൈ. രണ്ടാമത്തെ മകനാണ്. ജോഷിയുടെ വൈഫ് ഇപ്പം ബർമിംഗ്ഹാമിലാണ്. വന്നിട്ട് ഏകദേശം 1 വർഷമായി തോന്നുന്നു അല്ലേ? 1 വർഷമായി. ഷുഡ് വിസയിലാണ്. ഇപ്പോൾ ബർമിംഗ്ഹാമിലെ ഏറ്റവും വലിയൊരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്, മാനേജറായിട്ട്. പോവാണ്. എൻ്റെ പേര് ഞാൻ മൂത്തയാണ്. പപ്പ എല്ലാവരും അറിയപ്പെടുന്ന മക്കച്ചെന്നുള്ള പേരിൽ, അനിയൻ ജോൺസിൻ്റെ വൈഫ് ഗിഫ്റ്റി, ഇത് മമ്മി. എൻ്റെ മൂത്തയാണ് ഒലിവിയ, എൻ്റെ വൈഫ്. പിന്നെ രണ്ടാമത്തെ ആള് ജെനിഫർ, ജെനി എല്ലാവരും വിളിക്കുന്നത്. എൻ്റെ ഇൻലാസ് പപ്പ, പോകുന്നതിന് മമ്മി. പിന്നെ എൻ്റെ ബ്രദറിലോ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. എൻ്റെ ബ്രദറിലോ കിരൺ അയർലൻഡിൽ തന്നെ വർക്ക് ചെയ്യും. മമ്മി ഇപ്പോൾ റിട്ടയർഡ് ചെയ്തു. മമ്മി നോക്കുമ്പോൾ നോക്കുമ്പോൾ പിള്ളേർ വർക്ക് ചെയ്യുന്നു, ഇല്ലോസ് വർക്ക് ചെയ്യുന്നത്, ഞാൻ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ റിട്ടയർഡ്. പിന്നെ ജോൺസ്, അവനാണ് ഓവർ അച്ചീവർ ഓഫ് ദ ഫാമിലി. ഡേറ്റ സയൻസിൻ്റെ വർക്ക് ചെയ്യുന്നത്. അവിടെ യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർ, ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ ഡെലിവറി ഡ്രൈവർ. പിന്നെ ഗിഫ്റ്റി ബിസിനസ് വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ്. ഞാൻ ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുക, പക്ഷെ ഇപ്പോൾ കരിയറില്ല. റെസ്റ്റോറൻറ്റ് മാനേജ് ചെയ്യുന്നു. പപ്പ ഇപ്പോൾ പോലീസിൽ റിട്ടയർ ചെയ്തു. മമ്മി ഹോം മേക്കർ. അളിയൻ ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞു ഡബ്ല്യൂയിൽ. ഇപ്പോൾ നെക്സ്റ്റ് ഇയർ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എന്തായാലും നിങ്ങളൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിയുന്നതിൽ നിങ്ങളുടെയൊക്കെ എല്ലാവരും മോഹൻ കാണുമ്പോൾ തന്നെ വളരെ ഹാപ്പിയാണെന്നറിയാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഹലോ, എൻ്റെ പേര് ജിജോ. ഞാൻ പപ്പയുടെ മൂത്ത മോൻ. പപ്പ നല്ല ജോണി. എൻ്റെ വൈഫാണിത്. എൻ്റെ മോൻ അവിടെ കിടന്നു
അറിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് റിസ്ക് എടുക്കുന്നില്ല. ഇത് എൻ്റെ അനിയൻ ജെബിയുടെ വൈഫിൻ്റെ ആലിയ, അവരുടെ ഒരു മോൻ ബെഞ്ചിൻ എന്ന് വിളിക്കും. എൻ്റെ മോൻ പേര് ജാസ്റ്റിൻ. പപ്പ മമ്മി. ഞാൻ ഫാർമസിസ്റ്റ് വർക്ക് ചെയ്യും. ഒന്നിച്ച് പഠിച്ചാണ് ഫാർമസ്യൂട്ടിക്കൽ പോയി. അവള് മരുന്ന് ഉണ്ടാക്കുന്നത് ഞാൻ കൊടുക്കുന്നു. അനിയൻ കല്യാണം കഴിക്കാൻ എൻ്റെ അനിയൻ IT ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യ കെമിസ്ട്രിയായിട്ട് വർക്ക് ചെയ്യുന്നു. നേഴ്സ് ഹസ്ബൻഡ് രണ്ടുപേരും ഇപ്പം ജോലി ഞങ്ങളുടെ കൊച്ചുകൂടെ നോക്കുന്നതാണ് ഇവിടെ മെയിൻ ജോലി. അതായത് ഞങ്ങള് ഞാനും മമ്മിയും ഇന്നിവിടെ എത്താൻ പറ്റി. അച്ഛനും ചേച്ചിക്കും ഇന്ന് വരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന തമിച്ച ഫാമിലിയാണ്. യെസ്. അപ്പം ഈവയുണ്ട് നമ്മളോട്. ഇപ്പൊ 5 വയസ്സായി. ഞാനൊരു ടെക് കൺസൾട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. മമ്മി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അച്ഛനൊരു ഫാർമസ്യൂട്ടിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. പിന്നെ ചേച്ചിയുണ്ട്. ആൻഡ് ചേച്ചി ഒരു ഡെന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കിപ്പോഴും കല്യാണം കഴിക്കാനുണ്ട്. അപ്പൊ ചിലപ്പോ ആരെങ്കിലും ഉണ്ടായിരിക്കും. എനിവേ ബാച്ചിലറാണ് കേട്ടോ. നമ്മുടെ ആൾക്കാരല്ലേ, അത്രേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ആയിട്ട് ജോലി ചെയ്യുവാണ്. ആക്ച്വലി എൻ്റെ മമ്മി ഷൈനി നേഴ്സായിട്ട് ജോലിയാണ്. എൻ്റെ പെങ്ങളാണ്. She works as a dentist. Her name is Janice. This is my brother, Alan. He's still in university. This is my wife. She is a GP. Her name is Anne. And ഇവിടെ വന്നത് ഭയങ്കര സന്തോഷം. Thank you. And cheers. നമ്മുടെ റിലേഷൻ പറയട്ടെ. ഞങ്ങള് ഞങ്ങള് വളരെ കേട്ടോ. Valerie, as you said. Thank you very much. What shall I do? ഞങ്ങളുടെ പേരമ്മേനെ ഞങ്ങളുടെ ആന്റി പേരമ്മേനെ കെട്ടിച്ചതാണ്. മമ്മി ഞങ്ങളുടെ അപ്പച്ചി സിസ്റ്റേഴ്സാണ്. അപ്പയുടെ പേര് ജോണി. ഹലോ. ഇത് എൻ്റെ മമ്മി ഷേർലി. നമ്മുടെ പട്ടിയില്ല. പണക്കാട്ടോ. ഞാൻ ജൂണത്തെ എല്ലാവരും നമുക്കൊരു പട്ടിയുണ്ട്. പട്ടിയുടെ പേര് കുക്കി. അതായിട്ട് സ്വന്തം ആളാണ്. കല്ലറ തുറന്നപ്പോൾ ഉണ്ടാകുന്ന വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രത്യേകം അനുഗ്രഹം വല്ലതുമാണെങ്കിൽ ചോദിച്ചു നോക്കാം. ദക്ഷിണ വയ്ക്കാം. ബൈബിൾ വാക്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുമെന്ന് നമ്മൾ കണ്ടു. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് ഇവിടെ പറയാനൊന്നും അറിയില്ല. അതെല്ലാം കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് വരുമ്പോൾ പേരെടുത്തല്ല സംഭവം. നമ്മൾ ഈ രാജ്യത്ത് വരുമ്പോൾ പഴയകാല ബ്രിട്ടീഷ് അടിമത്തത്തിൽ നമ്മൾ ഒത്തിരി അനുഭവിച്ചു. നമ്മളാരും പ്രതീക്ഷയില്ല ഈ രാജ്യത്ത് വന്ന് നമുക്ക് ഇതുപോലെ കൂടാനോ ഇതുപോലെ സംസാരിക്കാനോ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ശരിയാണ്. നമ്മളിവിടെ വന്നു. ഇപ്പോൾ
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളൊന്ന്, അതായത് നമ്മുടെ ആ കേരളത്തെ ഇവിടെ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷം ഒരു അനുഗ്രഹീത നിമിഷമാണ്. കാരണം ഇപ്പം നമുക്കൊരു ഫംഗ്ഷൻ കടന്നെങ്കിൽ നേരത്തെ ആരുമില്ല, 1, 2, 3 ഫാമിലീസ് മാത്രം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ ആവശ്യങ്ങളും നമുക്കിവിടെ നടത്താം. ഒത്തിരി ആൾക്കാരിവിടെ ഉണ്ട്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും തന്നെ കുറേ പേരൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് പണ്ടേ അറിയാൻ സാധിച്ചു. കുറേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു സംഘവും വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പരസ്പരം നമുക്ക് ഇപ്പം കണക്ഷൻസ് ആയി ഫോൺ നമ്പർ വാങ്ങിക്കാം, നമുക്ക് വിളിക്കാം, സംസാരിക്കാം. ഈ കണക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഉദ്ദേശിക്കുകയാണ്. പിന്നെ വലിയ നീളത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കുറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് എടുക്കാം. അതായത് എന്നെ ആകർഷിച്ച ഒരു കാര്യം, ഇത് ഈ പോസ്റ്റ് ചാർജിലേക്ക് സെൻഡ് ചെയ്തു. അപ്പം ഞാനതിൽ കണ്ടത് പേപ്പതിയൽ ആൻഡ് വലയേരിയിൽ ഫാമിലീസ് കുടുംബ സംഘം. അതായത് പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, താൻ പാതി ദൈവം പാതി. ഈ 2 പാതികൾ ചേർന്ന് ഉണ്ടായ ഒരു കുടുംബം. പേപ്പതിയും വലയേരിയിലും ചേർന്നപ്പോൾ ഉണ്ടായ ആ കുടുംബത്തിലെ മൂത്ത പാതി, അതായത് കുട്ടിച്ചേച്ചിയുടെ ഒരു പാതിയാണ് ഇത് രണ്ടാമത്തെ ആള് ഇവിടെ ഉള്ളവരാണ് പറയുന്നത്. ഒരാളെ കൂത്താട്ടുകുളം, ഒരു പാതി കൂത്താട്ടുകുളത്തുണ്ട്, ഒരാൾ ചേർത്തലയുണ്ട്, ഒരാൾ കാലടിയിലുണ്ട്. ഇത് ഏറ്റവും ഇളയത്, അതായത് എൻ്റെ മകൻ. അതായത് മൂത്ത പാതിയിലെ മൂത്ത മോളാണത്. അപ്പൊ ഇവർ രണ്ടുപേരും ചേർന്നപ്പോ ഒരാൾക്ക് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും, ഇത് എന്റെ പാതി, ഈ പാതിയുടെ പാതിയാണ് ഇത് 2. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പാതിയുടെ ഒരാള് ഇവിടെ ഉണ്ട്, വരാൻ സാധിച്ചില്ല. അവൻ ഓസ്ട്രേലിയയിലാണ്, വരാൻ സാധിച്ചില്ല. പിന്നെ എല്ലാവരും ചേച്ചി സ്വിറ്റ്സർലാൻഡിൽ, എല്ലാവർക്കും അറിയാതെ ചേച്ചി സ്വിറ്റ്സർലാൻഡിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ സ്റ്റോക്ക്ഹോൾഡറിൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞാനും സ്റ്റോക്ക്ഹോൾഡറിൻ്റെ ക്രൂവിൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇവര് പീറ്റർ ബ്രോയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ പീറ്റർ ബ്രോയിൽ വർക്ക് ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ ഈ പാതി ഒന്ന് കൂടി ഇപ്പോൾ ഉണ്ടായാൽ അതിനകത്തുള്ളവരാണ് ഇവർ രണ്ടുപേരും. ഇത് എൻ്റെ മകൻ ജോയല്, അവൻ 6th form എക്സാം എഴുതി. ഇപ്പം ഇവിടെ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ ശ്രമിച്ചതിന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. തുടർന്നും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ജോലി ചാർജിനും വക്കാറ്റിനും എല്ലാവരും പ്രത്യേകം പറയുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് തരിക. ഓക്കെ, താങ്ക് യു. നീതി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ്റെ മകളാണ്. ഞാൻ വലരിയിലെ രാജിൻ്റെ മോളാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് തോംസൺ, ഇത് എൻ്റെ മോള് ദിയ തെരേസ, ഇത് ജെറാഡ് തോംസൺ. ഇപ്പോൾ ഈ ബേബി ഇവിടെ ഉണ്ട്. വേറെ ഞാനിവിടെ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ മസ്കറ്റിലായിരുന്നു. ഇവിടെ വന്നിട്ട് 1 വർഷമായിട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ സെറ്റിലായി വരുന്നു. ഒരു മകൻ്റെ മകനാണ് ജിമ്മി, വേറൊരു മകൻ്റെ മകളാണ് മഞ്ജു. ഹസ്ബൻഡ് വിനോദ്, മൂത്തമ്മ ക്രിസ്റ്റി, മോള് ആൻ വിനോദ്. ഞങ്ങൾ വന്നിട്ട് 6 months ആയുള്ളൂ. ഞാനായിരുന്നു ഇവിടെ എല്ലാം അഡ്ജസ്റ്റായി വരുന്നതേ ഉള്ളൂ. മോൾ 12th കയറുന്നു, മോള് 6th. ഹസ്ബൻഡ് സ്റ്റിൽ ജോലി അന്വേഷിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ജിമ്മി ജോർജ്, എൻ്റെ വൈഫ് സുമ, വീട് വാഴക്കുളം, തൊടുപുഴ. ഞങ്ങളുടെ നാട്ടിൽ തൊടുപുഴയാണ്. ഇതെൻ്റെ മോള്
റോസ്മേരി വിയർത്തൻ, പിന്നെ മോന് സോളമൻ, ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ പൂവിലാണ്, ജസ്റ്റ് അടുത്ത പൂ സ്ഥലം. ഞാൻ ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. വൈഫ് റിലേറ്റീവ് ഹോസ്പിറ്റൽ നേഴ്സാണ്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് 3 വർഷം ആകുന്നു. 2009 ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു കുറച്ചാൾ, തിരിച്ചു പോയി, പിന്നെ നാട്ടിലായിരുന്നു. സന്തോഷമായിട്ട് പോകുന്നു. ഇതേപോലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കാനും ഇതിൽ പങ്കെടുക്കാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷവും നന്ദി അറിയിക്കുന്നു. ജോലി ചാച്ചനെ കോർഡിനേറ്റ് ചെയ്തത്. ജോലി ചാച്ചനെ തൊമ്മൻ ചാച്ചനെയൊക്കെ അറിയെങ്കിലും അവരുടെ അടുത്ത ജനറേഷനെ ഇപ്പോഴെല്ലാവരും തന്നെ കാണുന്നു. ഒരാളെ ജെബിനെ എൻ്റെ സമയത്തെ കല്യാണത്തിൽ നാട്ടിൽ കണ്ടിട്ടുണ്ട്. വേറെ ആരെയും തന്നെ അങ്ങനെ പരിചയമില്ലാത്ത കാണാൻ സാധിച്ചതിലും പരിചയപ്പെടാൻ സാധിച്ചതിലും മുമ്പോട്ടും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബന്ധപ്പെടാനും അടുത്ത വർഷവും ഇതേപോലെ ഒരു ഗെറ്റുഗദർ സംഘടിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. പേപ്പറിലെ വളരിലുമല്ല, പക്ഷേ ഒരു സ്പെഷ്യൽ ഗസ്റ്റ്. തിരുവമണിയുടെ ചേച്ചിയുടെ മകനാണ്. ജോയ്സിന് പേപ്പറിലെ എല്ലാവരെയും അറിയാം, വലുതിലെ എല്ലാവരെയും അറിയാം. അതുപോലെ പേപ്പറിലെ എല്ലാവർക്കും അറിയാം, വലുതിൽ എല്ലാവർക്കും തന്നെ ജോയ്സിനെ അറിയാം. ജോയ്സിനെ അറിയില്ലാത്തവർ ആരുമില്ല. അതുകൊണ്ട് ഞാൻ ജോയ്സിനെ അറിയാം. ഇനിയിപ്പോൾ ഞാനിനി പറയേണ്ട ആവശ്യമില്ല. എൻ്റെ പേര് ജോയ്സ്. ഞാൻ എൻ്റെ ചിറ്റപ്പനും ആൻറ്റി, എൻ്റെ ഭാര്യയുടെ പേര് ആനി. ആനി അങ്കമാലിയിലാണ് വീട്. മോള് അനീറ്റ. ഇനി വേറൊരാളുണ്ട്, മോനുണ്ടായിരുന്നു. അവൻ്റെ കൂട്ടുകാരുടെ ഒരു ഗെറ്റ് ടുഗദറാണ്. അവൻ ലണ്ടനിലാണ് ഇപ്പോൾ വെഡിങ്ങിൽ. ഇന്നലെ പോയതാണ്, ഇന്ന് പോരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അറിയില്ല. പുള്ളി ജോലി ചെയ്യുന്നു മാഞ്ചസ്റ്റർ ഫോറാലി എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. മോള് സെക്കൻഡ് ഇയർ മെഡിസിൻ പഠിക്കുന്നു. ആനി നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഹെൽത്ത് കെയറായിട്ട് ജോലി ചെയ്യുന്നു. താങ്ക് യു. ഇങ്ങനൊരു സന്ദർഭം ഇനിയും ഉണ്ടാക്കാനായിട്ട് ഞാൻ എല്ലാവരോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് നിർത്തി കളയരുതെന്ന് പറയുന്നുണ്ട്. അടുത്ത വർഷം ലണ്ടൻ സൈഡിലോ അയർലൻഡിലോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് ഹോസ്റ്റ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. ജിൻസി സ്വിറ്റ്സർലൻഡിലാണ്. അടുത്ത് നമുക്ക് സ്വിറ്റ്സർലൻഡിൽ നടത്താം. ഓക്കെ, ജിൻസി സ്പോൺസർ വഴി എല്ലാവരും ടിക്കറ്റൊക്കെ സ്പോൺസർ ചെയ്യുവാണോ? അക്കോമഡേഷൻ സ്പോൺസർ ചെയ്യുമോ? അക്കോമഡേഷൻ തെളിവ്.
രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്യാണ്. നമ്മുടെ മഞ്ജുവിൻ്റെ മക്കളാണ് അവർ. കൊടുക്കാറുണ്ട്. ഒരു 10-12 ആർട്ടിക്കിൾ ബ്രിട്ടീഷ് മലയാളിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളി അസോസിയേഷൻ്റെ ഷോയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാമല്ലോ, 22 വയസ്സിൽ നാട് വിട്ടതാണ്. നാട് വിട്ടത് ഒളിച്ചു പോയതല്ല, ജീവൻ സംബന്ധമായിട്ട് വേണ്ടേക്ക് പോയതാണ്. ഇഷ്ടപ്പെട്ടു. അതിന് കല്യാണം കഴിക്കണ്ട എന്നുള്ള ആഗ്രഹിച്ച ആണെങ്കിലും പെണ്ണിനെ കണ്ടപ്പോൾ ഒരു നെടുകുട്ടി കല്യാണം കഴിച്ചു. അങ്ങനെ 40 വർഷം ഞങ്ങൾ തട്ടിയും മുട്ടി. അത് കാരണന്മാരുടെ ഭാഷ പറഞ്ഞാൽ ചട്ടിയാകുമ്പോൾ തട്ടിമുട്ടിയിരിക്കുമല്ലോ, അങ്ങനെ ജീവിച്ചു. ഇപ്പോൾ ഞങ്ങൾ പേരക്കുട്ടികളെ നോക്കുന്നു. അത് വളരെ സന്തോഷമാണ്. കാരണം ഫുൾ ടൈം സമയമുണ്ട്. അവരുടെ കളിയും അവർക്ക് അതിൻ്റെ സന്തോഷം അറിയാം. കാരണം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ
അതിലൊക്കെ വളരെ പോവാണ്. പിന്നെ പൂർണ്ണിയുടെ കുക്കിംഗ് ആണ്. ഫുൾ ടൈം അടുക്കളയിരുന്ന് കുക്കൊക്കെ ചെയ്ത് പല പല വിഭവങ്ങൾ ഉണ്ടാക്കി മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്ക് കൊടുക്കുന്നു. പിന്നെ ഞാൻ 21ാമത്തെ വയസ്സിൽ നാട് വിട്ടതാണ്. ബോംബെ, മസ്കറ്റ്, പലതൊക്കെ ജോലി ചെയ്തു. എല്ലാ ഫീൽഡിലും ജോലി ചെയ്തിട്ടുണ്ട്. സ്വീപ്പർ ജോലി മുതൽ മാനേജർ വരെ ജോലി ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ചരിത്രം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ ജോയൽ ബിൻസിയുടെ മോന് അവൻ്റെ ലൈഫ് എങ്ങനെയാണ് അവൻ ബ്രിങ്ങപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതെന്നുള്ളതിനെ കുറിച്ച് ആ ചെറിയ കൊച്ചിന് അവന് എത്ര വയസ്സുണ്ട്? 18 വയസ്സുള്ള കൊച്ചിൻ്റെ ഇത്രയും കാലമുള്ള സ്റ്റഡീസും അവൻ്റെ സ്പിരിച്വൽ ലൈഫും അവൻ്റെ എയിമും അവൻ്റെ പാഷനും എല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഫാമിലിയിൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ? സോ ജോയൽ, ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചാലാണ്. ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ whatever comes to my mind, I'm just going to say it here. പിന്നെ അവിടെ ഈ ചെടി വലുതാവട്ടെ, അപ്പം ശരിയാണ്. എന്തായാലും ഇറ്റ്സ് നോത്തിങ് റിയലി. ഐ മീൻ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാൻ മാത്രമേ ഞാൻ പറഞ്ഞത്. ഞാനെല്ലാം തുടങ്ങിയത് മെഡിസിൻ ചെയ്യണമെന്ന് ഓർത്തതാണ് കേട്ടോ. പപ്പയ്ക്ക് ഇപ്പോഴും ചെറിയൊരു ഇതുണ്ട്. ഞാൻ 15 വയസ്സിൽ തൊട്ട് മെഡിസിൻ ചെയ്യണമെന്ന് ഓർത്തൊക്കെ ഇരിക്കുകയായിരുന്നു. എപ്പോഴും പറഞ്ഞു നടന്ന മെഡിസിൻ ആയിരുന്നു. പിന്നെ 18 വയസ്സ് വരെ അല്ല 12ാം ക്ലാസ് വരെ ഞാൻ മെഡിസിനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊരു ചേഞ്ച് ബിക്കോസ് ഞാനൊരു 8ാം ക്ലാസ് തൊട്ട് റോബോട്ടിക്സ് ടീമിലുണ്ട്. ഒരു സ്ട്രാറ്റജി ഓഫീസർ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ചുമ്മാ പോയതായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രോജക്ട് മാനേജറാണ്. അങ്ങനെ ഞാനൊരു 4-5 വർഷത്തോളം റോബോട്ടിക്സ് ചെയ്തു. അതിൽ റീജിയണൽ ഫൈനലിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാഷണൽ വരെ പോയി. നാഷണൽ ചാമ്പ്യനാണ് ഇപ്പോൾ. ഇന്നലെ കഴിഞ്ഞ കോമ്പറ്റീഷൻ ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ ജഡ്ജായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അവിടെ ഇപ്പോൾ റോബോട്ടിക്സ് കോമ്പറ്റീഷൻ്റെ ഒരു ജഡ്ജായിരുന്നു. ചുമ്മാ ഒരു ദിവസം സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് ഓർത്ത് ജോയിൻ ചെയ്തതായിരുന്നു. ഇപ്പോൾ വന്ന് 5 വർഷത്തോളം ചെയ്തായിരുന്നു. പക്ഷേ ഇൻ ദ ബെസ്റ്റ് ഫോർ ദിസ് സ്പിരിച്വലി ഗ്രോ ചെയ്തായിരുന്നു. ബേസിക്കലി ഞാൻ പള്ളിയിൽ പോയിരുന്നു എപ്പോഴും. പക്ഷേ പാതി ലൈക്ക് നമുക്ക് പോകണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം പള്ളിയിൽ പോകുന്നത്. അല്ലാതെ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടല്ലാതെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പപ്പയും മമ്മിയും സൺഡേ പള്ളിയിൽ പോകുന്നു. അതുകൊണ്ട് ഞാൻ കൂടെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാതെയായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ ഒരു 12ാം ക്ലാസ് ആയപ്പോഴേക്കും മെഡിസിൻ കിട്ടാമെന്ന് ഓർത്തപ്പോൾ ഒരു അശ്വതൂട്ട് പ്രത്യേകിച്ച് സഹായമൊന്നും ഉണ്ടായില്ല ആരും. കാരണം എല്ലാവരും ഇങ്ങനെ മെഡിസിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആയിരിക്കുമല്ലോ. കുറേ കമ്പാരിസൺസ് ഉണ്ടാവും. നിന്റെ മോനെ ഇങ്ങനെയാണ്, നിന്റെ മോനെ എന്നെ കിട്ടിയ ഈ ഗ്രേഡാണ് ആ ഗ്രേഡാണ് കുറേ കേട്ടിട്ടുണ്ട്. അന്നേരം ഞാൻ പിന്നെ പതിയെ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങിയതാണ്. ദാറ്റ്സ് ഹൗ ഐ സോ ഇറ്റ് ഓഫ്. ഇങ്ങനെ വെരി ഓഫ്റ്റൻ വെരി വാലി ഒരു വൈകുന്നേരം കടക്കണതിനൊന്ന് പ്രാർത്ഥിച്ചൊക്കെ ചെയ്ത് തുടങ്ങിയതാണ്. ആരെയും കൂടും ഒരു യൂത്തിൻ്റെ ഇതിനെ ജോയിൻ ചെയ്ത് യൂത്തിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യൂത്തിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3 months ബാക്ക് വൈസ് പ്രസിഡൻ്റ് ആയി. ചെറിയൊരു ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കൂടി. ഇപ്പോൾ സമയമില്ല ചുരുക്കം പറഞ്ഞാൽ. ഇന്നലെ എനിക്ക് കെമിസ്ട്രിയുടെ എക്സാം ആയിരുന്നു, ഫൈനൽ ഇയറിൻ്റെ എക്സാംസ്. അത് കഴിഞ്ഞിട്ട് നേരെ കേംബ്രിഡ്ജിലേക്ക് ട്രെയിനിങ് പിടിച്ച് പോയി. 3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ചർച്ചിങ്ങും കഴിഞ്ഞ് വീട്ടിലൊരു 11:30 ആയപ്പോൾ എത്തിയത്. അപ്പോൾ അങ്ങനെ രാത്രിയൊക്കെ ആയി കുറേ സമയം സ്പെൻഡ് ചെയ്തു. അവസാനം ഇന്ന് ഇവിടെ പരിപാടിക്ക് വരുന്നു. ഇനി നെക്സ്റ്റ് വീക്ക് വേറെ തിരക്ക്. അതുകൊണ്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ മെഡിസിൻ്റെ മാറ്റി ഇപ്പോൾ എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നത്. +1ലേക്ക് ഹോപ്പ്ഫുള്ളി ഓഗസ്റ്റിൽ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ അന്നേരം നോക്കാം എല്ലാം കെട്ടും എവിടെയായിരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് ചെയ്യുക, എന്നിട്ട് എഞ്ചിനീയറിംഗിൽ നിന്ന് പ്രോജക്ട് മാനേജ്മെൻറ്റിലേക്ക് മാറാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് keep with my faith, be happy. ഞാനൊന്നുമില്ല, ഞാനിതൊന്നും പറയാൻ ഓർക്കുന്നത് ഇരുന്നല്ലോ. പിന്നെ ആൻറ്റിനോട് ഞാൻ പറഞ്ഞു, ആൻറ്റിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആൻറ്റിയുടെ ഐഡിയ ആണ്. ഞാനിതൊന്നും ഇങ്ങനെ എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിന് താല്പര്യമില്ല. ഞാനിപ്പോൾ പണ്ട് നമുക്ക് വേറെ കമ്പാരിസൺസ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വേറെ പാരൻസ് അവരുടെ പിള്ളേർ എന്നെ കമ്പയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ അതിപ്പോൾ ഗ്രേഡ് ആണെങ്കിലും എനിക്കിപ്പോൾ ഒന്ന് സംസാരിച്ച് കേൾക്കാനാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പൊതുവെ അതിനൊന്നും പറയാത്ത. പക്ഷേ yeah, that's Joe in short 5 minutes. Yeah, thank you.
ഇത് ആർക്ക് വേണ്ടിയാണ് നീ പറയുന്നത്? അല്ല കുഴപ്പം, അത് ആരും ഉന്നമിച്ചിട്ടാണ് ഇത് പറയുന്നത്. നമ്മളിത് പറയാൻ കണ്ടിട്ടുണ്ടാകുന്നില്ല. ജനറലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നമ്മൾ പറയില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ച് നമ്മുടെ ഫെയ്ത്തും റിലീജിയനും പേഴ്സണലാണ്. ഇപ്പോൾ ഒരാളുടെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വെച്ച് വേറെ ആൾ പ്രാർത്ഥിച്ചില്ല, ദൈവം രണ്ടുപേരും ഒരുമാതിരി തന്നെ കാണുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ 6 അടി മണ്ടി കഴിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി വെക്കുമ്പോ എത്ര തെറ്റ് ചെയ്താലും രണ്ടുപേരും ഒരുമാതിരി കാണുള്ളൂ. അപ്പൊ എനിക്ക് അഡ്വൈസ് ഒന്നും തരില്ല. ഓരോ ആൾക്കാർ മാറും, അതിനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ മാറിക്കോളും. പ്രാർത്ഥിക്കുക, അത്രേ ഞാൻ പറയുള്ളൂ. പ്രാർത്ഥിക്കുക, കുറെ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു വിശ്വാസം തുടങ്ങും. അപ്പോൾ വേറെ ഒന്നും പറയില്ല, ബൈബിൾ എടുത്ത് വായിക്കണം, 24/7 അത് നോക്കണം, പള്ളി മാത്രം പോയിട്ട് കാര്യമില്ല. കല്യാണം തുടങ്ങുന്നത് പ്രാർത്ഥിച്ചാലേ എല്ലാം നടക്കുള്ളൂ. അപ്പോൾ എൻ്റെ അഡ്വൈസ്, പ്രാർത്ഥിക്കുക, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഗോഡ് ആൻഡ് യു സീ സംതിങ് ഗ്രേറ്റ്. അത്രേ ഉള്ളൂ. വേറെ Sorry, it's DJ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും നന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹക്കടങ്ങിലാക്കും ഞാനോ നിരന്തരം. മോടി പോലും പരാതിയില്ല, കൂടെ സവാരിയാകാൻ പോരുന്നു. ജനത്തിരക്ക് കാലം എടുത്തു വച്ച സ്വർഗം പോലും മണ്ണാൻ വേണ്ട. నన్ను చుట్టుకుంటివే, జిందగీకే అడ్డబొమ్మై జంట కట్టుకుంటివే. കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി, നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി, അണ്ണൻ മീശ വെച്ചോരാട്ട പുലി. സിക്കവയ്ക്കും ആസയാ ഉണ്ടായപ്പ തെച്ചുക്കോയപ്പാ. కాలం కాదు రథమోగురం లేవు, అద్దం ముందర నాతో నేను యుద్ధం చేస్తా అంటే కొంచెం తయంగా తప్ప కొంచెం అటంగా వేనాంప రొంబ మయంగా తప్ప 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 కొడగడు కన్ననాలో తిరిగి పుట్టానాడుండే కోవచ్చోడో వేగത്തിൽ ചോരല്ലേ ముగగా పుల తోటగా పైనుచ్చి పడితివే పుట్టబొమ్మ నన్ను చుట్టుకుంటివే జిందగీకే అడ్డబొమ్మై జంట కట్టుకుంటివే. నన్ను చుట్టుకుంటివే జిందగీకే అడ్డబొమ్మై జంట కట్టుకుంటివే.
Sorry-ass DJ. നാടിൻ മന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സിംഹാവകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹക്കടങ്ങിലാക്കും ഞാനോ നിരന്തരം ഓടും പോലും പരാതിയില്ല കൂടെ സവാരിയാകാൻ പോരുന്നു ഇവനെ കുറുവാനായെന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ച സ്വർഗം പോലും നൽകാൻ నన్ను చుట్టుకుంటివే జిందగీకే అడ్డబొమ్మై జంట కట్టుకుంటివే പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലിശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പുലി సిక్కు వెక్కు ఆశయా వందాయప్పా ముందుల తాత చుక్కోయేపా గాలి గాలి మగపిల్ల అవను నగాలి జాని జాని హడిపోని రాజుల కాలం కాదు రథమోగురం లేవు అద్దం ముందర నాతో నేను యుద్ధం చేస్తా అంటే కొంచెం భయంగా తప్ప కొంచెం అటంగా వేణాంప రొంబ భయంగా